ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ ജോലികൾ എളുപ്പമാക്കാനും ഫാസ്റ്റാക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എനിക്കറിയാവുന്ന ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് പലതും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ഏതെങ്കിലും 1-2 എണ്ണമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് എ ക്ലീൻ കിച്ചൺ. എപ്പോഴും നമ്മളൊരു നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചണിൽ നിന്ന് പണികൾ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് നല്ലൊരു കോൺഫിഡൻ്റ് ആയിരിക്കും, നല്ല സന്തോഷത്തോടെ ആയിരിക്കും നമ്മൾ പണികൾ ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ തലേ ദിവസം കിച്ചൺ നല്ല നീറ്റാണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് മൈൻഡോടുകൂടി കിച്ചണിലെ ജോലികൾ ആരംഭിക്കാൻ തുടങ്ങും. ഇത് നമ്മുടെ കിച്ചൺ ജോലികൾ ഡേ ഫുൾ നന്നായി ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. തലേ ദിവസം കിച്ചൺ നീറ്റാണെന്ന് ഉറപ്പ് വരുത്തുന്നതിനൊപ്പം തന്നെ നമ്മുടെ കിച്ചൺ സിങ്കും നീറ്റാണെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ പലർക്കും തലേ ദിവസത്തെ പാത്രങ്ങൾ പിറ്റേ ദിവസത്തേക്ക് കൂട്ടിയിടുന്നൊരു ശീലമുണ്ട്. എനിക്കും പണ്ട് അങ്ങനെ തന്നെയായിരുന്നു. ആ പാത്രങ്ങൾ അപ്പോൾ കഴുകുന്നതിലും ഒരു ഡബിൾ ബുദ്ധിമുട്ട് എന്തായാലും പിറ്റേ ദിവസം ഉണ്ടാകും. കാര്യം നമ്മുടെ ഭക്ഷണം അതിൽ പറ്റിപ്പിടിച്ച് അത് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും കഴുകാൻ. അതുപോലെ തന്നെ പാറ്റ അങ്ങനെയുള്ള ശല്യങ്ങളെല്ലാം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ രാത്രി തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വയ്ക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള കിച്ചൺ ആൻഡ് സിങ്കിൽ നിന്ന് ജോലികൾ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറ്റുമെങ്കിൽ നല്ലൊരു കെറ്റിലുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളുടെ സോസ് പാനിൽ വെള്ളം ചൂടാക്കി ഫ്ലാസ്കിൽ എടുത്തു വയ്ക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ കുക്കിങ്ങിന് ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുക. ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മളെ പല സ്റ്റേജിലും. നമ്മളുടെ കുക്കിങ്ങിൽ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗ്രേവി ആക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. തണുത്ത വെള്ളം ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. പക്ഷേ നമ്മൾ അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ചൂടുവെള്ളം ഉണ്ടാക്കാൻ പോകുമ്പോൾ നമ്മുടെ കുറേ സമയം അങ്ങനെ വേസ്റ്റ് ആവും. അപ്പോൾ ഇത് ആദ്യമേ നമ്മൾ ചെയ്തു വെച്ചാൽ കുക്കിങ്ങിൻ്റെ പല സ്റ്റേജിലും ഈ ചൂടുവെള്ളം നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ക്ലീനിങ്ങിനും ഈ തിളച്ച വെള്ളം ഹെൽപ്പ് ചെയ്യും. കാര്യം ചില പാത്രങ്ങളിലെല്ലാം നെയ്യ് അങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചില പാത്രങ്ങളിലെല്ലാം ഈ ഹോട്ട് വാട്ടർ ഒഴിച്ചാൽ ആ നെയ്യ് ഉരുകി പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ ആദ്യത്തെ പണികളിൽ ഒന്നാണ് ഈ കെറ്റിലിൽ വെള്ളം തിളപ്പിക്കുക. അതിനുശേഷം എനിക്ക് 2 ഫ്ലാസ്ക് ഉണ്ട്. അതിൽ രണ്ടിലും ഫില്ലാവും അത്. അപ്പോൾ അതിൽ നിറച്ച് വെച്ചാൽ പിന്നെ നമുക്ക് പല കാര്യങ്ങൾക്ക് അടുക്കളയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. അടുത്ത ടിപ്പാണ് മീൽ പ്ലാനിങ്. ഇത് മെയിൻലി വർക്കിംഗ് മദേഴ്സ് അല്ലെങ്കിൽ ചെറിയ കുട്ടികളുള്ള അമ്മമാർ, അവർക്കൊക്കെ സമയം വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നേരത്തെ തന്നെ എന്താണ് തയ്യാറാക്കുന്നത് എന്ന ഒരു ഐഡിയ ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഒരാഴ്ചയ്ക്കുള്ള മീൽ പ്ലാനൊക്കെ തയ്യാറാക്കുന്നത് ചിലർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് തലേ ദിവസമെങ്കിലും നമ്മൾ പിറ്റേ ദിവസം എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് കൃത്യമായി എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ മനസ്സിലുറപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പണികൾ ചെയ്യാനുള്ള എളുപ്പമായിരിക്കും, ഫാസ്റ്റും ആയിരിക്കും. തലേന്ന് തന്നെ ഇതിനാവശ്യമുള്ള കുറേയൊക്കെ ഐറ്റംസ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുത്തു വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ വെറൈറ്റി കൊണ്ടുവരാനും കൂടുതൽ ഹെൽത്തി ഓപ്ഷൻസ് ട്രൈ ഔട്ട് ചെയ്യാനും മീൽ പ്ലാനിങ് സഹായിക്കുന്നു. അതുപോലെ നമ്മൾ വീക്കെൻഡ് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ആ വീക്കിൽ നമുക്ക് എന്തൊക്കെ കൃത്യമായി ആവശ്യം വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നല്ലൊരു ക്ലിയർ ഐഡിയ കിട്ടാൻ നമുക്ക് മീൽ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കുന്നതിനൊപ്പം നമ്മുടെ സമയവും ലാഭിക്കാൻ മീൽ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരാളാണെങ്കിൽ പയ്യെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. മീൽ പ്ലാനിങ്ങിൻ്റെ ഒപ്പം തന്നെ പറയുന്നൊരു കാര്യമാണ് മീൽ പ്രിപ്പറേഷൻ. മീൽ പ്രിപ്പറേഷൻ കുക്കിംഗ് സമയം മാക്സിമം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രീ കുക്ക് ചെയ്യാവുന്ന ഐറ്റംസ് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നാക്കി വെക്കാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെക്കാം, തേങ്ങ ചിരണ്ടി വെക്കാം, അപ്പമാവ്, ദോശമാവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കാം, പുട്ട് നനച്ച് വെക്കാം, തേങ്ങ വറുത്ത് വെക്കാം, പിന്നെ അതുപോലെ തേങ്ങ അരച്ച കറികൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ചുണ്ടാക്കി വെക്കാം, ചപ്പാത്തി മാവ് കുഴച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ഫാമിലി റിക്വയർമെൻറ്റ് അനുസരിച്ചും നമ്മുടെ സമയം അനുസരിച്ചും നമ്മുടെ ജോലി അതെല്ലാം നോക്കി നമുക്ക് കുട്ടികൾ ലൈഫ് സ്റ്റൈൽ എല്ലാം അനുസരിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തലേ ദിവസവും വീക്ക്ലി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം.
ഇത് നമ്മുടെ ഡെയിലിയുള്ള കുക്കിംഗ് സമയം ഒരുപാട് കുറയ്ക്കുന്നു. അപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന അമ്മയാണെങ്കിലും വീട്ടമ്മയാണെങ്കിലും ഒരുപാട് സമയം നമുക്ക് കണ്ടെത്താൻ ഈ മീൽ പ്രിപ്പറേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. എപ്പോഴും നമ്മൾ കിച്ചണിൽ നിന്ന് പണിയെടുത്ത് മടുത്ത് അങ്ങനെയൊരു ഇതിലോട്ട് പോവാതെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ഹോം മേക്കർ ആവാൻ സഹായിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മീൽ പ്രിപ്പറേഷൻ. ഈ പ്രിപ്പറേഷനിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ബേസിക് ഓണിയൻ ടൊമാറ്റോ ഗ്രേവി ഉണ്ടാക്കി വെക്കുന്നത്. ഇത് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാവും. കാര്യം വീക്കെൻഡിൽ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ്. അതായത് ഒരുപാട് കറികളുടെ ബേസ് ഗ്രേവി എന്ന് പറയുന്നത് ഒന്നാണ്. ഈ സവാളയും തക്കാളിയും കൂടി പച്ചമുളകൊക്കെ കൂടി മസാലയും കൂടി ഉണ്ടാക്കി വെക്കുന്ന ഒരു ഗ്രേവി. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മുട്ടക്കറി, കോളിഫ്ലവർ, പൊട്ടറ്റോ കറി, ചിക്കൻ കറി, വെജിറ്റബിൾ കുറുമ, മഷ്റൂം, അങ്ങനെ ഏത് കറി വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയാണെങ്കിലും അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്ന് നമ്മളുടെ ഈവനിങ്ങിൽ നമുക്കൊരു ചപ്പാത്തിക്കൊക്കെ ഒരു സൈഡ് കറി ഉണ്ടാക്കാനും ഈ ഒരു ബേസിക് ഗ്രേവി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഇൻഗ്രീഡിയൻറ്റ് പൊട്ടറ്റോ വേവിച്ച് അല്ലെങ്കിൽ മുട്ട പുഴുങ്ങി ഇതിനകത്തോട്ടിട്ട് വേണമെങ്കിൽ തിളച്ച വെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ്. റെസിപ്പി പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ സവാള എല്ലാം ഒരു ഡബിൾ ദ ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മൾ ബേസിക്കായിട്ട് ഗ്രേവി ഉണ്ടാക്കില്ലേ, സവാള വഴറ്റി അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്ത് പച്ചമുളക് ആഡ് ചെയ്ത് ഇതെല്ലാം വഴന്നു വരുമ്പോൾ തക്കാളി ആഡ് ചെയ്ത് മസാലകൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വേപ്പില മല്ലിയില അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായി ചൂടാറിയതിന് ശേഷം ഇത് ഡിഫറെൻറ്റ് കണ്ടെയ്നേഴ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ഫ്രിഡ്ജിൽ തന്നെ വെക്കാം, അതല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസം നമ്മളിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റി പുറത്തെടുത്ത് വെച്ചതിന് ശേഷം തിളച്ച വെള്ളമോ തേങ്ങാപ്പാലോ ആഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ചിലർ ഇത് എല്ലാം വഴന്ന് തണുത്തതിന് ശേഷം മിക്സിയിലടിച്ച് ഇത് ഒരു നല്ലൊരു ഗ്രേവി ആയിട്ടും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും ചുവട് കട്ടിയുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മളുടെ കുക്കിങ്ങിൻ്റെ ഗ്യാസ് ലാഭിക്കുന്നതിനൊപ്പം കുക്കിങ്ങിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ ഈ കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഉള്ള പാത്രങ്ങൾ നമ്മുടെ കിച്ചണിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടുത്തത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ടിപ്പാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ കുക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ റെഡിയാണെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ഒരു മീൻകറി ആണെങ്കിൽ ഉള്ളി ഇഞ്ചി എല്ലാം ചതച്ച് കുക്ക് ചെയ്യാൻ റെഡിയായിട്ട് നമ്മൾ ചെയ്തിട്ട് വേണം സ്റ്റൗ ഓൺ ചെയ്യാൻ. ഇത് നമ്മുടെ കുക്കിംഗ് പെട്ടെന്ന് തീർക്കാനും നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാനും അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നല്ല ടേസ്റ്റി ആയിട്ടിരിക്കാനും ഒന്നും കരിഞ്ഞു പോവാതെ നമ്മുടെ ശ്രദ്ധ മാറാതെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ ഈ ഒരു ടിപ്പ് ഹെൽപ്പ് ചെയ്യുന്നു. കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനേഴ്സിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു ടിപ്പാണിത്. അപ്പോൾ ഇതെന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ കുക്കിംഗ് സ്റ്റൈലും ഭക്ഷണ രീതിയും അനുസരിച്ചുള്ള അപ്ലയൻസസ് ബുദ്ധിപൂർവ്വം വാങ്ങി ഉപയോഗിക്കുക. ഇപ്പോൾ വെജിറ്റബിൾ ചോപ്പർ ഇപ്പോൾ എല്ലാ കിച്ചണിലും ഒഴിച്ചുകൂടാനാവാത്തൊരു ഐറ്റമാണ്. അതുപോലെ ചിലർക്ക് ഫുഡ് പ്രോസസ്സർ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരു മൈക്രോവേവ് ഓവൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സാധനങ്ങൾ ചൂടാക്കിയെടുക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളുടെ അടുക്കളയ്ക്ക് അനുയോജ്യമായ സാധനങ്ങൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുത്ത് അതുപയോഗിച്ച് സമയം ലാഭിക്കുക, അതിനൊപ്പം കുക്കിങ്ങിൻ്റെ എഫിഷ്യൻസിയും കൂട്ടുക. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് മൾട്ടി ടാസ്കിങ് എഫിഷ്യൻസി കുറയ്ക്കുമെന്നുള്ളത്. പക്ഷേ കിച്ചണിൽ നമ്മളെപ്പോഴും മൈൻഡ്ഫുള്ളി മൾട്ടി ടാസ്കിങ് ചെയ്യണം എന്ന് പറയും. അതായത് നമ്മളൊരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പാല് തിളയ്ക്കുന്നതിൻ്റെ ഇടയിലോ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിലോ ഒരുപാട് സമയം നമുക്ക് കിട്ടും. ആ സമയം ബാക്കി എന്തൊക്കെ പണികളുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞ് ബാക്കി പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നോക്കണം. അല്ലാതെ നമ്മൾ അവിടെ ഇവിടെ ആലോചിച്ചിരിക്കാതെ പെട്ടെന്ന് നമ്മൾ പണികൾ തീർക്കുക, നല്ല ആക്റ്റീവായിട്ടിരിക്കുക കിച്ചണിലായിരിക്കുമ്പോൾ. ഇത് നമ്മളുടെ ഒത്തിരി സമയം ലാഭിക്കാനും എഫിഷ്യൻസി കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഓൾവേസ് മൾട്ടി ടാസ്ക് മൈൻഡ്ഫുള്ളി.
ദിവസത്തെ കാര്യങ്ങൾ തുടങ്ങുന്നത് തലേ ദിവസം രാത്രി തൊട്ടാണെന്ന് പൊതുവേ പറയാറുണ്ട്. അത് വളരെ ശരിയാണ്. അതായത് നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. കിച്ചൺ നല്ല നീറ്റാക്കി ഇടാനും സിങ്ക് നല്ല വൃത്തിയാക്കി ഇടാനും അതുപോലെ അടുത്ത ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മുടെ കിച്ചൺ അടുത്ത ദിവസത്തെ പണികൾക്ക് വേണ്ടി വെൽ സെറ്റ് വെൽ റെഡി ആയിട്ട് വേണം നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള ടിപ്സാണ്, എന്നാലും കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചാണ് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.